സൗരയൂഥത്തിന് പുറത്ത് 6 പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. സൂര്യനേക്കാൾ 40 മടങ്ങ് വലിപ്പമുള്ള ഭീമൻ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന HD 36384 ബി എന്ന ഗ്രഹമാണ് ഇതിലൊന്ന്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ TOI 198 ബി, TOI 2095 ബി, TOI 2095 സി, TOI 4860 ബി, MWC 758 സി എന്നിവയാണ് മറ്റുള്ളവ. ഇതോടെ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹങ്ങളുടെ എണ്ണം 5502 ആയിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സൗരയൂഥത്തിന് പുറത്ത് ജീവന്റെ തുടുപ്പ് തേടിയുള്ള മനുഷ്യന്റെ യാത്രയിലുമാണ് ഈ കണ്ടെത്തൽ സഹായമാകുമെന്ന് വിലയിരുത്തുന്നത്. അതായത് 1992 ആദ്യമായി അന്യഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അതായത് ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടുള്ള ചിഹ്നഗ്രഹമാണിത്. 67 മീറ്റർ നീളമുള്ള NF 2024 എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് നേരെ പാഞ്ഞടുക്കുന്നത്. മണിക്കൂറിൽ 73,055 കിലോമീറ്റർ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാര ദിശ മനസ്സിലാക്കി വരികയാണെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. അപ്പോളോ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന നിയർ എർത്ത് ആസ്ട്രോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചിഹ്നഗ്രഹമാണിത്. സൂര്യനെ വലം വയ്ക്കുന്ന അപ്പോളോ ഗണത്തിൽപ്പെട്ട ചിഹ്നഗ്രഹമാണ് NF 2024. ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് 48 ലക്ഷം കിലോമീറ്റർ അകലെ എത്തുമെന്നാണ് നാസ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയുടെ കണക്കുകൂട്ടൽ. താരതമ്യേന ചെറുതായതിനാൽ തന്നെ ഇത് ഭൂമിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും നിഗമനം പറയുന്നു. ഭൂമിയുടെ സമീപത്തുകൂടി പോകാൻ സാധ്യതയുള്ള എല്ലാ ചിഹ്നഗ്രഹങ്ങളുടെയും സഞ്ചാര ദിശയും മറ്റും വിവരങ്ങൾ നേരത്തെ തന്നെ നാസ ശേഖരിച്ചിരുന്നു. 150 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളതും ഭൂമിക്ക് 74 ലക്ഷം കിലോമീറ്റർ അടുത്തുവരെ എത്തുന്നതുമായ ചിഹ്നഗ്രഹങ്ങളെയാണ് അപകടകാരികളുടെ കൂട്ടത്തിൽ നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം NF 2024 പിന്നാലെ 3 ചിഹ്നഗ്രഹങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഭൂമിക്ക് സമീപം എത്തുമെന്നാണ് വിവരങ്ങൾ. അതായത് BY 15, NJ 3, MG 1 എന്നിവയാണ് ഭൂമിയിൽ നിന്നും 42 ലക്ഷം മുതൽ 72 ലക്ഷം കിലോമീറ്റർ അകലെ വരെ എത്തുക. ഇതിൽ MG 1 എന്ന ചിഹ്നഗ്രഹം ജൂലൈ 2 ഭൂമിയുടെ 42 ലക്ഷം കിലോമീറ്റർ അടുത്തുവരെ എത്തും. ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടി കൂട്ടവംശനാശത്തിലേക്ക് നയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇക്കാരണത്താൽ ഭാവിയിൽ അത്തരമൊരു സാഹചര്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നാസ. മണിക്കൂറിൽ 65,215 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്ന 2024 MD1 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നാസ നൽകുന്നു. ജൂലൈ 8 ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ അടുത്ത് എത്തിയത്. ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയായി തന്നെ ഇത് കടന്നുപോയിരുന്നു. ചന്ദ്രനുമായി ഭൂമിയുടെ ദൂരത്തിന്റെ 4 ഇരട്ടിയാണിത്. പക്ഷേ ബഹിരാകാശത്ത് ഈ ദൂരം തൊട്ടരികെ എന്ന് വേണം പറയാൻ. ഭൂമിയുടെ അടുത്ത് വരുന്ന ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും തിരിച്ചറിയുന്നതിനും സ്വഭാവ രൂപീകരണത്തിനുമായി രൂപീകരിച്ചിട്ടുള്ള നാസയുടെ നിയർ എർത്ത് ഒബ്ജക്റ്റ് ഒബ്സർവേഷൻ പ്രോഗ്രാമാണ് ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത്. അധിഷ്ഠിത ടെലിസ്കോപ്പുകളുടെയും റഡാർ സിസ്റ്റങ്ങളുടെയും ഒരു ശൃംഖല തന്നെ ഉപയോഗിക്കുന്നു. നിലവിൽ കാലിഫോർണിയയിലെ പസഡേനയിലുള്ള നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ചിഹ്നഗ്രഹത്തിന്റെ പാത സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു. JPL ഡാഷ്ബോർഡ് ചിഹ്നഗ്രഹത്തിന്റെ സ്ഥാനം, വേഗത, ഭൂമിയിൽ നിന്ന് ദൂരം എന്നിവയെക്കുറിച്ചുള്ള തത്സമയ അപ്ഡേറ്റുകൾ നൽകുന്നു. ഇത് ശാസ്ത്രജ്ഞരെയും പൊതുജനങ്ങളെയും അതിന്റെ സമീപനത്തെക്കുറിച്ച് അറിയിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. 6.6 കോടി വർഷം മുൻപ് ദിനോസറുകളെ ഇല്ലാതാക്കിയ 116 വർഷം മുമ്പ് റഷ്യയിൽ 8 കോടി മരങ്ങൾ ചുട്ടരിച്ച അത്തരമൊരു ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ എന്തെങ്കിലും പാഞ്ഞെടുക്കും എന്ന ഭീതിയിൽ നിന്നും ഇപ്പോഴും നാം മുക്തരല്ല. വിവിധ ബഹിരാകാശ ഏജൻസികളെല്ലാം ഇത്തരം അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഭൂമിക്ക് സമീപമുള്ള എല്ലാ വസ്തുക്കളിലും നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്റ്റീവ് സ്റ്റഡീസ് നിരന്തരം നിരീക്ഷണം നടത്തുകയാണ്. ബഹിരാകാശത്തെ ചിഹ്നഗ്രഹങ്ങൾ നമുക്ക് വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോൾ സൃഷ്ടിക്കുന്നില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അഥവാ ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തു കൂടി കടന്നു പോകുന്നത്. ഭാവിയിൽ ഭൂമിയെ ചിഹ്നഗ്രഹ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്ലാനറ്ററി ഡിഫൻസ് എന്ന മേഖല തന്നെ ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നുണ്ട്. ഈ മേഖലയുടെ ശ്രദ്ധേയമായ ആദ്യ കാൽവയ്പാണ് ഡാർട്ട് നാസയുടെ ഏറ്റവും വലിയ ത്രില്ലർ ദൗത്യങ്ങളിലൊന്നായിരുന്ന ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്ന പൂർണ്ണനാമമുള്ള ദൗത്യം. ഭൗമപ്രതിരോധ രംഗത്തെ ഏറ്റവും നിർണായകമായ കാൽവയ്പാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഭാവിയിൽ ഏതെങ്കിലും ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ ലക്ഷ്യമിട്ടെത്തിയാൽ മറുമരുന്നെന്ന നിലയിൽ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഡാർട്ടും പിറവിയെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.